നമ്മൾ ഡിന്നർ കോഴ്സിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അതേ ടിക്കറ്റ് കൗണ്ടറും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോക്കൽ മ്യൂസീഷ്യന്മാരുടെ പരിപാടികളാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടുകൾ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫിലിപ്പൈൻസിലെത്തുന്നവർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ബോട്ടുകൾ. യെസ്, ബോട്ടിലൂടെ കിടക്കുന്നുണ്ട്. ബോട്ട് വിത്ത് ലഞ്ചാണ് കേട്ടോ. ആലപ്പുഴയിലത്തെ കരിമീനാരും മറക്കരുത് ഇത് കാണുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പ്രധാനമായിട്ടും വാട്ടർമെലനുണ്ട്, പഴമുണ്ട്, പിന്നെ കുറെ കേക്ക് സംഭവങ്ങളൊക്കെ കേട്ടോ. സ്വീറ്റ്സിന്റെ സൈഡിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. പിന്നെ ഇത് ചിക്കനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, ഐറ്റങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിത് കഴിക്കാൻ എടുത്തേക്കുന്നത് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്, ബീഫ് എടുത്തിട്ടുണ്ട്, ഇത്തിരി കോണും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചക്ക ഉണ്ടല്ലോ, ചക്ക അങ്ങനെ തന്നെ കറി വെച്ചാണ്. മടല് മാത്രം ചെത്തി കളഞ്ഞിട്ടുണ്ട്, കുരുവിന്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതിന്റെ എന്താ ഉള്ളിലുള്ള ഞാരും വള്ളിയും ഒന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് ചക്കക്കറി? യെസ്, ഓക്കെ. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പൊ ഭക്ഷണവും കാഴ്ചകളും ഇതാണ് കൺസെപ്റ്റ്. ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പുഴയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കാഴ്ചകളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ബോട്ട് അടുപ്പിക്കും, ചില സ്ഥലങ്ങളിൽ അടുപ്പിക്കാതെ നദി കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ ഷെഡുകൾ ഓരോ സ്ഥലത്തുണ്ട്. അവിടെ അടുപ്പിക്കുമ്പോൾ ഇവരുടെ ആ തനത് കലാരൂപങ്ങളാണ് കേട്ടോ അവിടെ ഒരു അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനവർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് ബോട്ട് അടുപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഈ കലാപരിപാടികൾ നമുക്ക് നോക്കാം, എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മുടെ ലഞ്ച് ക്രൂസ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി അടുത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. വളരെ സിമ്പിളാണ്. 2 ചെറു വെള്ളങ്ങളിൽ ഒരു പ്ലാറ്റ്ഫോം അടിച്ച് അതിലാണ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആലപ്പുഴയിലും മറ്റൊക്കെ ഇത് സജീവമാണ് ഹൗസ് ബോട്ടുകൾ. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് കുറേം കൂടിയും ഫലപ്രദമായിട്ട് നമ്മുടെ കേരളത്തിലെ നദികളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതായിട്ട് തോന്നുന്നു. ഒരു സ്ഥലത്തും പോയി തിക്കും തിരക്കും ബഹളമൊന്നും കൂട്ടണ്ട. വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുക, അതായത് നമ്മൾ എയർപോർട്ടിൽ എത്ര തിരക്കുണ്ടെങ്കിലും അതായത് ബോർഡിംഗ് ഗേറ്റിലേക്ക് ചെല്ലണ പോലെ കൃത്യമായിട്ട് ഗേറ്റുകളൊക്കെ ഉണ്ട്. അതുവഴി ചെല്ലാം, കയറുക, ഭക്ഷണം കാര്യങ്ങളെല്ലാമായിട്ട് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ഇട്ടാ. ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നിടത്ത് ധാരാളം സോവനീർസൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റുമെല്ലാമായിട്ട് വരുന്ന ഏതൊരാളും ഞെട്ടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞെട്ടിക്കെന്ന് പറഞ്ഞാൽ പുതിയൊരു അനുഭവം. അതിൻ്റെ ബാക്കിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഒത്തിരി ഫോട്ടോസ് എടുക്കാം, വെറൈറ്റി ഭക്ഷണം കഴിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി ഇവിടെ വണ്ടി റെഡി ചെയ്ത് നിൽക്കുന്നു. ലെറ്റ്സ് ഗോ.